ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഡിഷാണ്. ചിക്കൻ കൊണ്ടുള്ള ഒരു കൊണ്ടാട്ടമാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ഈസി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഒരു പാർട്ടികൾക്കോ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ നല്ലതുപോലെ കഴുകി ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലോടുകൂടിയുള്ള ചിക്കനാണ്. അതൊരു 600 ഗ്രാം ചിക്കൻ പീസസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലെ ഫ്രഷായിട്ട് ചതച്ച് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയിലോ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് നിരടിയതിന് ശേഷം ചിക്കനിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കണം. ഞാനിവിടെ 2 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. സമയമില്ലെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ മതി. നമ്മൾ കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇത് മൂടി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ബാച്ചായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം പാനിന്ന് മൂടി ഒരു 2-3 മിനിറ്റ് വെക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞു പോവുകയും ചിക്കൻ്റെ ഉൾഭാഗമൊന്നും പാകത്തിന് വെന്ത് കിട്ടുകയുമില്ല. ഇതുപോലെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ചിക്കൻ്റെ പുറമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നല്ല പാകത്തിന് മൂത്ത് പുറമെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ചിക്കൻ കഷ്ണങ്ങൾ കോരി മാറ്റിയതിന് ശേഷം എണ്ണയിലുള്ള മസാലയും കൂടെ ഒന്ന് ഇതുപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുക്കണം. ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ തുടങ്ങാം. കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം. എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് 2 കീറിയ 4 ഉണക്കമുളക് ഇട്ട് മൂപ്പിക്കണം. ഉണക്കമുളക് കരിഞ്ഞ് കളർന്ന് മാറിപ്പോകരുത്. ഒന്ന് മൂത്ത് ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇതിനിട്ട് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയെല്ലാം സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചതച്ച മുളക് ചേർക്കുമ്പോഴത്തേക്കും ആണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ്. ചതച്ച മുളക് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചതച്ച മുളക് പൊടിയുടെ കളറൊന്നും മാറരുത്. ഇനി ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസും ചതച്ച മുളക് പൊടിയെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി അധികമായി പോകരുത്. നമ്മൾ ചിക്കൻ വറുത്തപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളോട് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസോ ഉപ്പുപൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം. അവസാനം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് സോസിൻ്റെ കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. റെഡിയായ ചിക്കൻ കൊണ്ടാട്ടം നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് ചൂടോടെ ചപ്പാത്തിലൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.